ജനസേവയിൽ അന്തേവാസികളായിരുന്നവരുടെ കൂട്ടായ്മയിലെത്തിയപ്പോൾ ഒരിക്കൽ കൂടി അവൾ കരഞ്ഞു. ഇക്കുറി സന്തോഷം അതിരു കവിഞ്ഞപ്പോഴുണ്ടായിരുന്ന കണ്ണുനീരായിരുന്നുവെന്ന് മാത്രം. 2002 ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ നിന്നും ഇവർ സ്നേഹത്തോടെ ജോസങ്കിൾ എന്ന് വിളിക്കുന്ന ജോസ് മാവേലി ഇവളെ രക്ഷപ്പെടുത്തുന്നത്. ജന്മദേശം തമിഴ്നാടാണ്. എങ്ങനെ ഭിക്ഷാടന മാഫിയയുടെ കൈകളിലെത്തപ്പെട്ടുവെന്നും ഇവർക്കറിയില്ല. ജോസങ്കിൾ സ്വന്തം മകളോടെന്ന വാത്സല്യത്തോടെ തന്നെ പ്രത്യേകം കരുതിയതുകൊണ്ടാണ് വിദ്യ നേടി ഇന്ന് ഒരു സ്ഥാപനത്തിൽ ജോലി നേടാൻ കഴിഞ്ഞതെന്നും ഇവൾ പറഞ്ഞു. കരളലിയിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 2002 അങ്കമാലി പട്ടണത്തിൽ 3 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു ബാലികയെ ഭിക്ഷാടക സംഘം പെരും വെയിലത്ത് കാലിലൊക്കെ ആസിഡ് ഒഴിച്ച് വ്രണമാക്കി ഭിക്ഷ ഇടിപ്പിക്കുന്ന ഒരു ദയനീയ അവസ്ഥ കണ്ട അവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ, അങ്കമാലിയിലെ ചുമട്ടുതൊഴിലാളികൾ ആണ് ഈ ബാലികയെ രക്ഷപ്പെടുത്തി ജനസേവാ ശിശുഭവനിൽ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചത്. ആ കൊച്ചു ഇപ്പോൾ മിടുക്കിയായി പഠിച്ച് വളർന്ന് നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇന്ന് ജനസേവാ ശിശുഭവനിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ആ ഗെറ്റ് ടുഗദറിൽ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട കുട്ടികളെയാണ് ഇവിടെ എല്ലാവരും വരുത്തിയത്. കൂടുതൽ പേർക്ക് കരുതലായി മാറേണ്ടിയിരുന്ന ജനസേവയെ ചിലർ ചേർന്ന് പൂട്ടിച്ചതിലുള്ള അമർഷവും അവൾ ചൂണ്ടിക്കാട്ടി. ഇടയ്ക്കിടെ കൂട്ടായ്മയൊരുക്കാനാണ് തീരുമാനം. തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം അനുഭവപ്പെടുമ്പോൾ ചെവി തരാൻ ഇന്നും ജോസങ്കിൾ ഉണ്ടെന്നത് ഇവർക്ക് മറ്റൊരു ആശ്വാസമാണ്. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.